ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. വളരെ സ്വാദേറിയ ഒരു കറിയാണ് പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിനകത്തുണ്ട്, അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പൈനാപ്പിൾ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പൈനാപ്പിൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണേ. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. നമ്മളിതിൽ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുത്താൽ മതി. ഈ മുളകിന് അധികം എരിവില്ലാത്ത മുളകാണ്. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിതിൽ കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കണത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിലാവുമ്പോഴേക്കും ഇത് വെന്ത് വരും. ഇനി ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ ഫൈൻ പേസ്റ്റാക്കി അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഇനി മൺചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി കണ്ടോ, ഇതിൽ ഞാൻ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. പൈനാപ്പിൾ വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മധുരം ആഡ് ചെയ്യണത് നമ്മൾ എടുക്കണ പൈനാപ്പിളിനനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്തേക്കണേ. നിങ്ങൾക്ക് ശർക്കര പൊടി ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും ചേർക്കാവുന്നതാണ്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ ശർക്കര പൊടി കുറച്ച് ചേർത്താൽ മതി. എൻ്റെ ഇപ്പോൾ ഇവിടെ കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിരിക്കണേ. ഇത് പിന്നെ പൈനാപ്പിൾ കറിയാണല്ലോ, അപ്പോൾ അതിന് അത്യാവശ്യം നല്ല മധുരം വേണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ നേരത്തെ പൈനാപ്പിൾ എടുത്തപ്പോൾ അതിൽ നിന്ന് 1/4 കപ്പ് ഞാൻ പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം. ഇനി ആ അരച്ച പൈനാപ്പിൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരച്ച് ചേർക്കണത് ആ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർക്കുന്നത്. അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ 1/4 ടീസ്പൂൺ കടുക് ജസ്റ്റ് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കല്ല, ചതച്ചെടുത്തിട്ടുണ്ട്. അരയണ്ട, പൊടിയാക്കണ്ട, ജസ്റ്റ് അതൊന്ന് ചതച്ചെടുത്താൽ മതി. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കാരണം ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അത് തളയൊന്നും വരേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് തൈരാണ്. ഞാനിവിടെ നല്ല കട്ട തൈര് ഉടച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്. 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അധികം പുളിയുള്ള തൈര് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര് ഇതിലേക്ക് എടുത്താൽ മതി. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ആ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ കറിയുടെ മുകളിലൂടെ നമുക്ക് താളിച്ചിങ്ങനെ ഒഴിക്കാം. കണ്ടോ, അടിപൊളി. ഇതും കൂടെ വരുമ്പോഴാണ് നമ്മുടെ കറി പൂർത്തിയാവുന്നത്. ഇനി നിങ്ങൾക്ക് കറുത്ത മുന്തിരിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ തൈര് ഒഴിക്കണതിന് മുന്നേ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ മുന്തിരി ഒന്നും ഇടണില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ഒരു മധുരക്കറിയാണിത്. എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. സദ്യയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു കിടിലൻ കറിയാണ് ഈ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും പറയാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.